ശിവൻ മഠത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിലും ത്യജിക്കാൻ തയ്യാറായ ഒരു ചരിത്രം VS അച്യുതാനന്ദനുണ്ട്. അതിന് പോലും സാക്ഷിയാകേണ്ടി വന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. പക്ഷേ സംസ്ഥാനത്തിന്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം. മഞ്ജുഷേ, അതൊരു സ്വകാര്യമായ ഒരു പ്രശ്നമായതുകൊണ്ട് അതൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ലാവ്ലിൻ കേസിലെ സഖാവ് പിണറായി വിജയനെ പബ്ലിക് സർവൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന തീരുമാനം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അന്ന് ജസ്റ്റിസ് BK ബാലി അദ്ദേഹത്തിൻ്റെ ബെഞ്ച് തീരുമാനിക്കുന്നു. ആ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചകൾക്ക് വിധേയമാകുന്നു. പല തരത്തിലുള്ള ചർച്ചകൾ ശ്രീ VK ബാലിയെ പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലാതെയൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നു. അങ്ങനെ സാധാരണ ഒരു പബ്ലിക് സർവൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ, അതായത് അഴിമതി നിരോധ നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ക്യാബിനറ്റ്, അത് മന്ത്രിസഭ അതിന് അനുമതി കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അങ്ങനെ അത് ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് VSനെ സംബന്ധിച്ചിടത്തോളം VS ഒരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു. ഈ സംഭവം ക്യാബിനറ്റിൽ വരുന്നതിനും 2 ദിവസത്തിന് മുമ്പ് അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വക്കീലെ, ഇത്തരത്തിലെ സഖാവ് പിന്നെ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ ക്യാബിനറ്റിൽ വരുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കോടതികളുടെ വിധികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം എഴുതി തന്നാൽ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തന്നെ ഞാൻ ആ കാര്യം മനസ്സിലാക്കുകയും പരിശോധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു 9 പേജിലുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അതിൻ്റെ ഒരു പ്രത്യേകത, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളോടും ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും ഞാൻ കൂറുള്ളവനും അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന നിലയിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതി പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പറ്റില്ല, അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് അദ്ദേഹം ചെയ്ത സത്യപ്രതിജ്ഞ ലംഘനമാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ള കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യം പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് ക്യാബിനറ്റിൽ ഇത്തരത്തിലുള്ള ഒരു അനുവാദം കൊടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വരുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം വന്നാൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതായത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടും, പിന്നെ ആ സർക്കാർ തുടരാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ആരോഗ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അത് അദ്ദേഹം മനസ്സിൽ വെച്ചിട്ട് ആ ക്യാബിനറ്റിൻ്റെ യോഗം നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ 7:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഷീല തോമസിനെ വിളിച്ച് ലെറ്റർ ഹെഡിലെ റിസിഗ്നേഷൻ ടൈപ്പ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം ക്യാബിനറ്റ് യോഗത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലിരുന്ന വിധി, സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് അരിജിത് പസായത്തിൻ്റെയും മറ്റ് 2-3 വിധികൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കോപ്പി അതിനൊന്ന് സംക്ഷിപ്തമായി മലയാളത്തിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, അഴിമതി നിരോധന നിയമപ്രകാരം ഒരു പബ്ലിക് സർവൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് ഓരോ മന്ത്രിമാരും ഓരോ ക്യാബിനറ്റ് അംഗങ്ങളും അവരുടേതായ വ്യക്തിപരമായ അവരുടെ തീരുമാനങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. അത് വ്യത്യസ്തമായ അഭിപ്രായമാണെങ്കിൽ പോലും ഒരിക്കലും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടില്ല. അത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്ന ഒരു സംഭവം അല്ലേ അത്, അതുകൊണ്ട് ഒരിക്കലും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടില്ല എന്ന് വിധിയുണ്ട്. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് കുറിച്ച് കൊടുത്തപ്പോൾ അദ്ദേഹം ആ ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി, ക്യാബിനറ്റിൽ വരുന്ന സമയത്ത് എന്തായാലും ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാനീ കുറിച്ച് കൊടുത്ത നിയമോപദേശവും എൻ്റെ കയ്യിലിരുന്ന ഭരണഘടനയുടെ ഒരു ബെയർ ആക്റ്റും വാങ്ങി അദ്ദേഹം ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ വച്ച് എഴുതി കൊടുത്തത് അദ്ദേഹം വായിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വലതുഭാഗത്ത് എൻ്റെ പേരിൻ്റെ ശിവമഠത്തിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ സീല് കണ്ടു. അന്ന് സഖാവ് MA ബേബിയും ബിനോയ് വിശ്വ അദ്ദേഹമൊക്കെ ക്യാബിനറ്റിലുള്ള സമയത്ത് അദ്ദേഹത്തിനോട് തമാശയ്ക്ക് ചോദിച്ചു, ഇത് ശിവമഠത്തിൽ എഴുതി തന്നല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസരം ഉണ്ടായ കാര്യം ഞാൻ പിന്നെ അറിഞ്ഞായിരുന്നു. എനിവേ, അത് കഴിഞ്ഞു. അദ്ദേഹം ഒരിക്കലും ആ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം, ദൃശ്യമാധ്യമങ്ങളെല്ലാം ക്യാബിനറ്റ് കഴിയുമ്പോൾ അദ്ദേഹം രാജിവെക്കുമോ എന്നുള്ള വാർത്ത അന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി.
പത്രക്കാരെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞു രാജിവെക്കേണ്ട കാര്യമില്ല, കാരണം ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, അവിടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെടുന്നില്ല എന്ന്. ഇന്നും അദ്ദേഹം റെസിഗ്നേഷൻ എഴുതി കൊടുക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ഞാനൊരു ചരിത്രരേഖ പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു. പിന്നെ മഞ്ജുഷയുടെ ഒരു കാര്യം സൂചിപ്പിച്ചില്ലേ, ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും VS അതിൽ അനീതിയുണ്ടെന്ന് കണ്ടാൽ അതിൽ ആർക്ക് എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആരെ പിണക്കും, അതൊന്നും അദ്ദേഹം നോക്കാറില്ല. ആ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് അനീതിയാണെന്ന് തോന്നിയാൽ, നിയമവിരുദ്ധമാണെന്ന് തോന്നിയാൽ അദ്ദേഹം അതിൽ ഇടപെടും. ഇപ്പം ഞാനൊരു ചെറിയ ഒരു ഭംഗ്യന്തരേണ ഒരു കാര്യം പറയട്ടെ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സത്യത്തിൽ അദ്ദേഹം ഏത് വേലിക്കെട്ട് അദ്ദേഹത്തിനെതിരെ സൃഷ്ടിച്ചാലും, ഏത് വേലിക്കെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർത്തിയാലും ആ വേലിക്കെട്ട് പൊളിച്ച് അതിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുന്ന മാനസികമായ പക്വതയും തൻ്റെ ഇടവും ആർജവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു VS. അതുകൊണ്ട് അദ്ദേഹത്തിന് വേലിക്കകത്ത് എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു വേലിക്കെട്ടിനകത്ത് നിന്ന ഒരു മനുഷ്യനല്ല. എല്ലാ വേലിക്കെട്ടുകളെയും, അദ്ദേഹത്തിനെതിരെ സൃഷ്ടിച്ച എല്ലാ വേലിക്കെട്ടുകളെയും അദ്ദേഹം പൊളിച്ച ആളാണ്. ശ്രീ ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പല പ്രതിസന്ധികളും. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ തന്നെ അദ്ദേഹം അതിലെ ജയപരാജയങ്ങളെ സംബന്ധിച്ചൊന്നും ഒരിക്കലും അദ്ദേഹം വറി ചെയ്തിട്ടില്ല, ദുഃഖിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിഷമിച്ചിട്ടില്ല. അദ്ദേഹം അതിനെതിരെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, സഖാവ് പിണറായി വിജയൻ നവകേരള യാത്ര നടത്തി നമ്മുടെ വിഴിഞ്ഞം കടൽ തീരത്ത് സഖാക്കളെല്ലാവരും വന്ന് എല്ലാവരും തടിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം നടത്തി. കേരളത്തിൻ്റെ വികസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചകളും കാര്യങ്ങളും വിശദീകരിക്കാൻ യോഗം നടക്കുന്നു. പക്ഷേ VS അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു. പക്ഷേ 5 മണിക്ക് സമയമായപ്പോൾ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ പോകുന്നത് ശ്രീ വിജയന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അവിടെ പോയി ഒരു വല്ലാത്തൊരവസ്ഥ എനിക്ക് സൃഷ്ടിക്കാൻ താല്പര്യമില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിനോട് അന്ന് അദ്ദേഹത്തിന് വേണ്ടി വളരെ അടുത്ത് നിന്ന വ്യക്തിത്വങ്ങളായ ശ്രീ K. ചന്ദ്രപ്പൻ, VK വാസുദേവൻ നായർ, അങ്ങനെയുള്ള വളരെ വലിയ നേതാക്കന്മാർ അദ്ദേഹത്തെ ഉപദേശിച്ച് പോകണം, അതിൽ പങ്കെടുക്കണം. എത്രയോ ആയിരക്കണക്കിന് സഖാക്കൾ VSൻ്റെ കാര്യം, ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VSൻ്റെ നിലപാടുകൾ കേൾക്കാൻ അവർ താല്പര്യപൂർവ്വം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്, പോകണം. അങ്ങനെയാണ് അദ്ദേഹം ആ പരിപാടിയിൽ അവസാന നിമിഷം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതും അവിടെ വച്ചിട്ടാണ് അദ്ദേഹം കടലിലെ വെള്ളം ബക്കറ്റിൽ കോരി വയ്ക്കുന്നതിൻ്റെ കഥകളൊക്കെ വരുന്നതും ഒക്കെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളും VS പാർട്ടി സെക്രട്ടറിയായി, പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി, അധികാരമൊന്നും ഇല്ലാതിരുന്ന VS അച്യുതാനന്ദൻ, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത്, അത് ചെറുതോ വലുതോ എന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വിഷയമല്ല. ഏത് പ്രശ്നത്തെയും അത് അനീതിയാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും സ്ത്രീകളുടെ ജെൻഡർ റൈറ്റിന് വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഒക്കെ ബോധ്യപ്പെട്ടാൽ അതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കാനും, അത് ജയിക്കുമോ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നൊന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വിഷയമേ അല്ല. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ചർച്ച നടത്താനും, അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പേര്, ശ്രീ പെരുവന്താനത്തിനെ പോലുള്ള ആളുകളൊക്കെ ഞാൻ ഓർക്കുകയാണ്. മതികെട്ടാനിലും മന്നവൻ ചോലയിലുമൊക്കെ മൂന്നാറിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സമര രംഗത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ മാധ്യമരംഗത്തുള്ളവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഒറ്റ മനസ്സോടുകൂടെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം കൊടുത്ത സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാനിവിടെ ഒരു കാര്യം കൂടെ മഞ്ജുഷ് പറയാം, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം സൂക്ഷ്മതയോടെ ഇടപെടുന്ന ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി 3 പേര്, ഋഷിരാജ് സിംഗ്, സുരേഷ്, അതുപോലെ നമ്മുടെ ഇദ്ദേഹം അന്ന് റവന്യൂ സെക്രട്ടറി 3 പേരും അങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ, അതെ, രാജു നാരായണസ്വാമി, വൈകുന്നേരം ഒരു 5:30 മണിയായപ്പോൾ ഒരു തമിഴ് അവിടെ ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന കണ്ണമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂര വലിച്ചു താഴെയിട്ടു. അത് കയ്യേറ്റമാണ് എന്ന കണക്കിൽ അത് വലിച്ചു താഴെയിട്ടു, JVC വെച്ചിട്ട് അത് വലിച്ചു താഴെയിട്ടു. ഞാൻ ഇന്ന് ഓർക്കുന്ന രംഗം, 9 വയസ്സും 14 വയസ്സുമായ 2 പെൺകുട്ടികളെ കയ്യിൽ പിടിച്ച് ആ സ്ത്രീ
ഒരു കൈയിൽ ഒരാടും ആട്ടിൻകുട്ടിയും മറുകൈയിൽ 2 പെൺകുട്ടികളുമായി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ഒന്നും ദൈവം വെറുതെ വിടില്ല മക്കളെ എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകുന്ന രംഗം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണിച്ചു. എങ്ങോട്ട് അവർ പോകും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ഞാനിത് കണ്ട ഉടൻ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. സുരേഷ് മൊബൈൽ എടുത്തു, അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കയ്യേറ്റമോ അല്ലെങ്കിൽ കുടിയേറ്റമോ എന്തു ആയിക്കൊണ്ട് പോട്ടെ, അന്താരാഷ്ട്ര പാർപ്പിട സംരക്ഷണത്തിൽ ഒപ്പിട്ട രാജ്യമാണ് ഇന്ത്യ. ആ സ്ത്രീ ഈ സമയത്ത് 6 മണിയോടടുത്തു ഈ 2 പെൺകുട്ടികളുമായി അവരെവിടെ പോയി അവർ തലചായ്ക്കും, രാത്രി അവർ അന്തിയുറങ്ങും. അതുകൊണ്ട് അവർക്ക് അടിയന്തരമായി അവർക്ക് രാത്രി അന്തിയുറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് CM അതിൽ ഇടപെടണം, അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം സുരേഷിനെ വിളിക്കുകയും അവർക്ക് ബദലായി അവർക്ക് അന്ന് രാത്രി അവർക്ക് താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും അത് കഴിഞ്ഞ് സർക്കാരിൻ്റെ ചെലവിൽ തന്നെ അവർക്ക് ഒരു വീട്, ചെറിയൊരു വീട്, അത് അവരെ കൂടെ അവർക്ക് താമസിക്കുവാനായിട്ടുള്ള ചെറിയൊരു വീട് പണിയാനുള്ള സംവിധാനം അദ്ദേഹം ഫയലൊപ്പിട്ട് അതിന് കൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇടപെടുന്ന മനസ്സുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു VS. നമുക്ക് പകരം വയ്ക്കാൻ ഒരു VS ഇല്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേരളീയ സമൂഹത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നെൽവയൽ സംരക്ഷണ നിയമം, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം VS ആയിരുന്നു അത് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന് ആ നിയമം നിയമസഭയിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം അതിൻ്റെ പല്ലും നഖവും ഒക്കെ വെട്ടിക്കളയുന്ന രീതിയിലുള്ള ഭേദഗതികളെല്ലാം കൊണ്ടുവരുമ്പോഴൊക്കെ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ VS കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ചെങ്കിലും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും. ശരി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ എന്തായാലും പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ VSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. ഇപ്പോഴും VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു.